نحمده ونصلي على رسوله النبي الكريم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين ആദരണീയ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അള്ളാഹു ഇതിനേക്കാൾ അത്യുത്തമമായ ഒരു സദസ്സിൽ, ഒരു വേദിയിൽ ഫിർദൗസുൽ അഅല എന്ന ഉന്നതമായ സ്വർഗരാജ്യത്തിൽ പൂർവ സൂരികളായ സലഫ് സ്വാലിഹുകൾക്കൊപ്പം നമുക്കും സന്ധിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആദർശ ബന്ധുക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും സകല അനുഗ്രഹങ്ങളും നൽകി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിന്റെ കലണ്ടറിൽ ഒരു താൾ കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു വയസ്സുകൂടി നമ്മൾ ഒരു പക്ഷേ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അശ്രദ്ധരായിരിക്കാം. ഒരു വയസ്സുകൂടി കലണ്ടറിൽ ഒരു താൾ വളരെ നിസാര ഭാവത്തിലാണ്, വളരെ ലളിതമായ ശൈലിയിലാണ് നമ്മൾ ഓരോരുത്തരും കലണ്ടറിന്റെ ഒരു പേജ് മറിച്ചിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഭൂമിയിൽ നമുക്ക് അനുവദിച്ച അന്നപാനീയത്തിന്റെ അളവ്, റിസ്ഖിന്റെ തോത്, അതിന്റെ അളവ് ഓരോ ദിവസവും അത് നിർമ്മിത അളവിൽ നിന്നും കുറയുകയല്ലാതെ കൂടുകയില്ല. അള്ളാഹു എത്ര കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്നും എത്ര കണ്ട് തിന്നണമെന്നും എത്ര ഭക്ഷിക്കണമെന്നും കുടിക്കണമെന്നും എല്ലാമുള്ള അവന്റെ തീരുമാനം, അതിൽ നിന്നും ഓരോ ദിവസവും അവൻ നമുക്ക് നിർണയിച്ച ആ ആയുസ് അനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായ നമ്മുടെ ആയുസിന്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കൂടി വന്നാൽ 60 വയസ്സ്, 63, ഇനി 65, 70 കഴിഞ്ഞാൽ പരമാവധി പോയാൽ 100, 110 വരെയൊക്കെ ആണെങ്കിലും ഒരിക്കലും നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഉമ്മത്ത് ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സമൂഹം ജീവിച്ചിരുന്ന ആ ആയുസ്സൊന്നും ഒരിക്കലും നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിമിതമായ അളവുകളാണ്. ആ സമൂഹത്തിന്റെ ആയുസ്സും നമ്മുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ആയുസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നതിനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുൻഗാമികളുടെ സമൂഹവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള സുവർണ അവസരങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല. 950 വർഷം ജീവിച്ചവർക്കും 2000-2500 വർഷം ഭൂമിയിൽ ജീവിച്ചവർക്കുമൊന്നും നമുക്ക് ലഭിച്ചതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ഒരിക്കലും ലഭിച്ചിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത, നമുക്ക് ലൈലത്തുൽ ഖദർ ഉണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹറാണ്.
1000 മാസങ്ങളെക്കാളും ഹൈറായത് അത് മറ്റൊരു സമൂഹത്തിലില്ല. അതുപോലെ തന്നെ ഒരുപാട് പുണ്യമേറിയ ദിവസങ്ങൾ, പുണ്യമേറിയ അവസരങ്ങൾ, സുവർണ അവസരങ്ങൾ അതെല്ലാം നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവസരങ്ങളെ, സുവർണാവസരങ്ങളെ എന്നും വിനിയോഗിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ജാഗ്രത കാണിക്കണമെന്നാണ് എന്റെ നഫ്സിനെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങളെയും ഉപദേശിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചരിത്രത്തിൽ കാണാൻ ഇടയായത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ കരയുന്നു. അപ്പൊ നൂഹ് നബി അതുവഴി നടന്നുപോയി. അവരോട് ചോദിച്ചു, എന്താ അമ്മ കരയുന്നത്? അതെന്റെ കുഞ്ഞ് മരിച്ചു. ആട്ടെ, കുട്ടിക്ക് എന്ത് പ്രായമുണ്ടായിരുന്നു? ഓ, അവന് 300 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? കാരണം നൂഹ് നബി തന്നെ രാതകൾ ഭേദമന്യേ 950 വർഷം ഭൂമിയിൽ ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയ ആണ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ കുഞ്ഞിന് 300 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചു, ശരി, നിങ്ങൾ ഇനി ആയുസ് കുറഞ്ഞ ഒരു സമൂഹത്തിലാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? അപ്പൊ അവര് പറഞ്ഞൊരു മറുപടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ എങ്ങനെ ഒരു സുജൂദിൽ അങ്ങനെ കിടക്കും, അതിൽ നിന്നും ഉണരാത്ത നിലയിൽ ശാശ്വതമായ ഒരൊറ്റ സുജൂദിൽ. അതാണ് ആ ഒരു സമയത്തിന്റെ ഗൗരവമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമയത്തിന് അതിൻ്റെതായ ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ, ഒരാളിന് തന്റെ ജീവിതത്തിൽ അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള അന്നപാനീയങ്ങളുടെ മാർഗം ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ സുരക്ഷിതത്തിന്റെ പ്രശ്നങ്ങൾ അലട്ടാതെ താമസിക്കാനുള്ള, സുരക്ഷിതമായി കഴിയാനുള്ള, സമാധാനപൂർവം വസിക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അയാൾ ഭൗതികമായ ഒരു വലിയ നേട്ടം കൈവരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു സാഹചര്യം. ഒന്ന്, ആരോഗ്യമുള്ള മനസ്സ്. 2, സുരക്ഷിതത്തോടുകൂടി കഴിയാനുള്ള സാഹചര്യം. മൂന്നാമത് പറഞ്ഞത്, അന്നന്ന് കൃത്യമായി കഴിഞ്ഞു പോകാനുള്ള അന്നപാനീയങ്ങളുടെ മാർഗം ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ അവന് ഈ ഭൗതിക ലോകം ഒന്നടങ്കം മുഴുവനും ലഭിച്ചതിന് സമാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 1450 പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വസൂരികളായ സലഫുസ് സാലിഹുകൾ, സഹാബികൾ റളിയല്ലാഹു അൻഹും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ച് കാട്ടുചോലയിലെ വെള്ളവും കുടിച്ച് മരത്തണലിൽ വിശ്രമിച്ച ഒരു സമൂഹത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അപ്പൊ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ എത്രയോ വലിയ 10 മടങ്ങ് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന എത്രയോ വലിയ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിരിക്കുന്ന സൗഭാഗ്യം യഥാർത്ഥത്തിൽ കൃത്യമായ നിലയിൽ ആ വാചക ഘടന പോലെ തന്നെ അനുഭവിക്കുന്ന ഏറ്റവും മഹോന്നതന്മാർ നമ്മളാണ് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ഒരു സമൂഹമാണ് എന്ന വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കടമയുള്ളവർ, ശുക്ർ ചെയ്യാൻ ബാധ്യതയുള്ളവർ നമ്മളാണ് എന്ന കാര്യത്തിൽ, ആ വിഷയത്തിൽ ഒരു മറവി നമുക്ക് സംഭവിക്കാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾ ഇങ്ങനെ തുടർച്ചയായി തുടരെ സുജൂദിലായിക്കൊണ്ട്, റുകൂഇലായിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളിൽ കഴിയുമ്പോൾ ഇബാദത്ത് ചെയ്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾക്ക് നീര് വെക്കുകയാണ്.
അപ്പോൾ മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് ഭാവിയും ഭൂതവും വർത്തമാനവുമെല്ലാം അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു, സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുള്ള പ്രവാചകനാണ്, പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നത്? തന്റെ കാലുകൾ നീര് വെച്ച് പരാതി പറയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം എന്താ? അഫല അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള ദാസൻ, ഒരു നന്ദിയുള്ള അടിമയാകട്ടെ ആയിഷ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. നമുക്കറിയാം, ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 1480 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സമൂഹം ജീവിച്ചതിനേക്കാളും വലിയ ഭൗതികമായ പുരോഗതിയുടെ വിഷയത്തിൽ നമ്മൾ വളരെയേറെ മികച്ചു നിൽക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്താനും അതിനെ ഓർത്തുകൊണ്ട് കൂടുതലായി ശുക്ർ ചെയ്യാനും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ബാധ്യസ്ഥരാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളെ പറ്റി, അള്ളാഹുവിനോടുള്ള നന്ദി ചെയ്യേണ്ടുന്നതിന്റെ അനിവാര്യതയെപ്പറ്റി നമുക്ക് ഓർമ്മ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്തൊക്കെയാണ് എന്ന് എനിക്ക് ഓർമ്മ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു താരതമ്യ പഠനം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹിക്മത്തുകൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എന്താണ് അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻളുറു ഇലാ മൻ അസ്ഫല മിൻകും ലാ മൻ അഅലാ മിൻകും. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങളെക്കാളും താഴെക്കിടയിൽ ജീവിക്കുന്നവരിലേക്കാണ്. ലാ മൻ അഅലാ മിൻകും, നിങ്ങളെക്കാളും ഭൗതിക പുരോഗതി നേടി ഉന്നതങ്ങളുടെ കോട്ടത്തളങ്ങളിൽ ജീവിക്കുന്നവന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിയല്ല നിങ്ങളെ താരതമ്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ നിന്നുകൊണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഈ വീട്ടിന്റെ അടുക്കളയിൽ നിന്നുകൊണ്ട് അടുത്ത വീട്ടുകാരന്റെ പോർച്ചിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന ആ ഒരു സ്വഭാവമല്ല വേണ്ടത്. മറിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് വേണം? നമ്മുടെ വീടിന്റെ താഴ്ഭാഗത്തുള്ള ചെറ്റക്കുടലിൽ, ആ ഓലപ്പുരയിൽ തീ പുകയാത്ത പട്ടിണിപ്പാവങ്ങളുള്ള, ദരിദ്രരുള്ള, രോഗികളുള്ള, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവന്റെ വീട്ടിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമുക്കറിയാം, കുടുംബപരമായി പല വീടുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ കാണും. നമ്മുടെ ഭാര്യമാര് നമ്മളോട് പരാതി പറയും, മക്കൾ പരാതി പറയും, നമുക്ക് വലിയ വീടില്ല, വീടിന് പോർച്ചില്ല. ഇനി വീടുണ്ടായാൽ പറയും വീടിന്റെ പോർച്ച് കാലിയാണ്, അവിടെ വണ്ടിയില്ല, സൗകര്യങ്ങളില്ല, എന്തെല്ലാം പരാതികൾ. നമ്മുടെ മരണകാലം വരെയും മനുഷ്യന്റെ അവസാനിക്കാത്ത ഒരു വിഷയമാണ് എന്ത്? പരാതി. ഒരിക്കലും പരാതികൾ അവസാനിക്കുകയില്ല. എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് പരാതി. കാരണം ഇപ്പൊ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നില്ല എന്ന് പോലും പറയുന്നവരുണ്ട്. പരാതികൾ തന്നെ. കംപ്ലൈന്റ് ബോക്സ് എന്നാണ് സാധാരണ ഈ പറയുന്നത്. അത് പുരുഷന്മാരാണെങ്കിലും ശരി, സ്ത്രീകളാണെങ്കിലും ഈ വിഷയത്തിൽ ഒട്ടും പിന്നിലല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ വിലയിരുത്താൻ നമുക്ക് ഒരു മാർഗം പഠിപ്പിച്ചത്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നമ്മളെപ്പോഴും വിലയിരുത്തണം. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെ നമ്മൾ വിലയിരുത്തുകയും അതിന് കൃത്യമായ നിലയിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകൂ. അല്ലാഹു തആല പറഞ്ഞത് ലഇൻ ശകർതും ലഅസീദന്നകും. നമുക്ക് പുരോഗതി ഉണ്ടാകാനുള്ള മാർഗം എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ശുക്ർ ചെയ്യണം. താഴേക്ക് നോക്കുമ്പോൾ രോഗികളും കഷ്ടപ്പെടുന്നവരും അല്ലാഹു എത്രയോ അനുഗ്രഹം കൊണ്ട് രോഗമില്ലാത്ത ശരീരം തന്നു. നിത്യജീവിതത്തിൽ കഴിഞ്ഞു പോകാനുള്ള റിസ്ഖിന്റെ മാർഗം, അന്നന്ന് പട്ടിണിയില്ലാതെ കഴിയാനുള്ള റിസ്ഖിന്റെ മാർഗം തന്നു. അതിലെല്ലാം ഉപരിയായി കലാപങ്ങളില്ലാത്ത ശാന്തി സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരന്തരീക്ഷത്തിൽ കഴിയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്.
നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, ഇതെല്ലാം അറബ് നാടുകളിൽ ഓരോ ദിവസവും പത്രങ്ങളിലും ചാനലുകളിൽ നമ്മൾ കാണുകയാണ്. കുട്ടികളുള്ളവർ കുട്ടികളെ നഷ്ടപ്പെട്ടുകൊണ്ട് മുറിവേറ്റ ശരീരവും മനസ്സുമായി പാലായനം ചെയ്യുകയാണ്. എത്രയോ ഡ്രൈവർമാർ ഈ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നു. സിറിയയിലെ ഡ്രൈവർമാർ അറേബ്യൻ രാജ്യങ്ങളിൽ വലിയ ട്രെയിലറുകൾ ഓടിച്ച് ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ കുടുംബം പലരും പറയുന്നു, എന്റെ കുടുംബം ഫാമിലി ഒന്നുകിൽ ലബനാനിലാണ്. ലബനാനിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആ കുടുംബത്തിനോട് ലബനാനിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന് പരാതി പറയുന്നവരുണ്ട്. എന്തെല്ലാം പരാതികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരക്ഷിതത്തോടുകൂടി ഒരാളിന് ജീവിക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് ഭൗതികമായ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഇത്തരം സുരക്ഷിതത്വം ഒരിക്കലും അതിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും പങ്കാളിയാകാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതര സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്ന ആയസ് അനുവദിക്കപ്പെട്ടിട്ടില്ല. 2000-2500 വർഷവും ജീവിച്ചിരുന്ന ആ പ്രവാചകന്മാരുടെ സമൂഹമല്ല നമ്മൾ. നമ്മുടെ ആയുസ് 60-65, പരമാവധി പോയാൽ 80-85, 100ഒക്കെയാണ്. അപ്പോൾ സുവർണ അവസരങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ മുഹറം മാസം ഇങ്ങനെയുള്ള ചില സുവർണ അവസരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച, പ്രഖ്യാപിക്കപ്പെട്ട ചില സുവർണ അവസരങ്ങളുള്ള ഒരു മാസമാണ്. ഇസ്ലാമിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പായിട്ട് മുഹറം മാസത്തിൽ നോമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റമളാൻ മാസത്തിലെ നോമ്പ് നമുക്ക് നിർബന്ധമാകുന്നതിന് മുമ്പ് ഇസ്ലാമിൽ മുഹറം മാസത്തിൽ നോമ്പുണ്ടായിരുന്നു. അത് വുജൂബായ നിലയിൽ ആ സമൂഹം അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത്രത്തോളം പ്രത്യേകതയുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതി ഖബലഹ. മുഹറം മാസത്തിൽ, ആ പ്രത്യേകമാക്കപ്പെട്ട ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ ചെറിയ അബദ്ധങ്ങളും പാപങ്ങളുമെല്ലാം അള്ളാഹു കഫാറത്തായി പരിഗണിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ആനുകൂല്യം പഠിപ്പിച്ച മാസമാണ് ഈ മുഹറം മാസം. ആ മുഹറം മാസത്തിലെ പ്രത്യേകമായ ചില ദിവസങ്ങൾ അതേതൊക്കെയാ? അത് മുഹറം 9, 10. ഈ ലോകത്തിനെ സൃഷ്ടിച്ച അള്ളാഹു സൃഷ്ടിച്ച കാലം മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത് 12ആണ്. ആ 12 മാസമുള്ള ഒരു വർഷത്തിൽ ഹിജ്റ കലണ്ടർ അനുസരിച്ച് 1ാമത്തെ മാസമാണ് മുഹറം. ആ മുഹറത്തിന്റെ പ്രത്യേകത, ഹജ്ജിന്റെ മാസവുമായി അനുബന്ധപ്പെട്ടുകൊണ്ട് മുഹറം മാസത്തിൽ യുദ്ധവും പോരാട്ടവും എല്ലാം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. കാരണം അത് ഹാജിമാരെ ഉദ്ദേശിച്ചിട്ട് ഹജ്ജിന്റെ മാസവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനയിലെ യഹൂദ സമൂഹം, അതായത് ജൂതന്മാർ, വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ മദീനയിൽ അവർ നോമ്പ് പിടിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങളെന്താ നോമ്പ് പിടിക്കുന്ന ഈ ദിവസത്തിൽ, മുഹറം 10-ന്? അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ വിശ്വാസികളായ സമൂഹത്തിനെയും ഫിറഔനിന്റെ കെടുതിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന് അതിന്റെ പേരിലുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബി മൂസ, നിങ്ങളെക്കാളും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായിട്ട് ബന്ധമുള്ളത് എനിക്കാണ്. ഇപ്പം വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് എന്ന് വാദിക്കുന്നവരാണ് യഹൂദരും ക്രൈസ്തവരും. പക്ഷെ അത് കേവലം പേരിൽ മാത്രമാണെന്ന് നമുക്കെല്ലാം അറിയാം.
ആവശ്യമുള്ള ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും ഒക്കാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് യഹൂദന്മാർക്ക് വേദഗ്രന്ഥത്തിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർക്കുള്ളത്. അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അന അഹഖു ബി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എനിക്കാണ് നിങ്ങളെക്കാളും. കാരണം എന്താ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തും ഭൂമിയിൽ നിയുക്തരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിന്റെ ഇസ്ലാഹിന്റെ കാതൽ ഒന്നായിരുന്നു അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദ്, പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത്. ആ തരത്തിൽ മൂസ അലൈഹിസ്സലാമുമായിട്ട് ഏറ്റവും അധികം ബന്ധം എനിക്കാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിൽ നോമ്പ് പിടിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ മുഹറം മാസം 9 ഞാൻ നോമ്പ് പിടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു സമൂഹങ്ങൾക്കില്ലാത്ത ഒരു വലിയ ആനുകൂല്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്താ? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറിയ ചെറിയ അബദ്ധങ്ങൾ, പാപങ്ങൾക്കുള്ള ഒരു കഫാറത്ത്. വലിയ വലിയ വൻപാപങ്ങൾക്ക് തൗബ ചെയ്യുക തന്നെ വേണം. പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക തന്നെ വേണം. ചെറിയ ചെറിയ കുറ്റങ്ങളും മറ്റുമാണ് ഇത്തരം വിഷയങ്ങളിലൂടെ പുറക്കപ്പെടുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. വലിയ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് തിരുത്തിക്കൊണ്ട് തൗബ ചെയ്യണം. അപ്പോൾ ഇത്തരം വലിയ ഒരു സുവർണാവസരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മൂസ അലൈഹിസ്സലാമയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷമായിട്ടാണ്, അതിന്റെ ശുക്ർ എന്ന നിലയിലാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ജൂതന്മാര് പറഞ്ഞത്. അപ്പം ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഇത്തരം സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് ഉള്ളത്, അപ്പം അള്ളാഹുവിനോടുള്ള ശുക്ർ അതെങ്ങനെ രേഖപ്പെടുത്തിയത്? ഇവിടെ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ്, വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ്. ഇതേപോലെ ഒരു വിഷയം, ഇതിന് സമാനമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ? തിങ്കളാഴ്ച ദിവസം നമ്മൾ നോമ്പ് പിടിക്കാൻ പറഞ്ഞു. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു. അതിന് ചില കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ? ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ആ തിങ്കളാഴ്ച ദിവസമാണ്. ഏത് വർഷത്തിലാണെന്ന് പറഞ്ഞില്ല. തിങ്കളാഴ്ചയാണ് ഞാൻ പ്രവാചകനായി ബുഇസ്തു ഫീഹി നിയോഗിക്കപ്പെട്ടത്. പിന്നെ പറഞ്ഞു ഉലിസ്തു ഫീഹി, എന്താ? ഞാൻ ജനിച്ചതും അന്നാണ്. പക്ഷെ ഏത് വർഷത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ല. അന്നേരം ഇവിടെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഒറ്റ വിഷയം മാത്രം. ഞാൻ ജനിച്ചതും തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ചയിൽ നോമ്പ് പിടിക്കുന്നതിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നോമ്പ് പിടിക്കുക എന്നുള്ളത്, വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹത്വമുള്ള, വലിയ പുണ്യമുള്ള ഒരു കാര്യമായി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ആഴ്ചയിൽ, തിങ്കളാഴ്ചയിൽ, വ്യാഴാഴ്ചയിൽ, ആഴ്ചയിലെ 2 ദിവസം. അതിൽ തിങ്കളാഴ്ചയുടെ പ്രത്യേകത പറഞ്ഞത് അന്നാണ് ഞാൻ എന്നെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സന്തോഷത്തിനോടുള്ള ഒരു ആനുകൂല്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനോടുള്ള സന്തോഷം നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തേണ്ടത്? വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ്. പക്ഷെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സന്തോഷ പ്രകടനങ്ങൾ അള്ളാഹുവിനെ രേഖപ്പെടുത്തേണ്ടത് അതെങ്ങനെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാകുന്നത്? നോമ്പ് പിടിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഖേദകരമെന്ന് പറയട്ടെ, സന്തോഷ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ വയറ് നിറയെ കഴിച്ചുകൊണ്ടാണ്. അതാണ് ഒരു വലിയ വ്യത്യാസം. നോമ്പ് പിടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പൂർവ്വ പ്രവാചകനായ
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും വിശ്വാസി സമൂഹത്തിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതിനോടുള്ള നന്ദി പ്രകടനം അത് നമ്മൾ രേഖപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നോമ്പ് പിടിച്ചുകൊണ്ടാണ്. മുഹറം മാസം 9-നും സാധിച്ചാൽ 10-നും അടുത്ത വർഷം ഞാൻ നോമ്പ് പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലേക്ക് വന്നിട്ട് ജനങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ ജനങ്ങളെ, ഇന്നേ ദിവസം പ്രാതൽ കഴിക്കാത്തവർ അവർ നോമ്പിനെ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നബി ആഹ്വാനം ചെയ്തു. ഇന്നേ ദിവസം പ്രാതൽ കഴിച്ചവർ തുടർന്ന് ഭക്ഷണം കഴിക്കാതെ ഈ ദിവസത്തിനെ പൂർത്തീകരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. മാത്രമല്ല ഈ സന്ദേശം എല്ലാവരോടും വിളിച്ചു പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിനെ ഏൽപ്പിക്കുക കൂടി ചെയ്തു. അത്രയും വലിയ മഹത്വമുള്ള കാര്യമാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ദിവസമായിട്ടാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും മുഹറം മാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ പല സ്ത്രീകളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാം. മുഹറം മാസത്തിൽ അവർ കുട്ടികളെ കൊണ്ട് പോലും നോമ്പ് പിടിപ്പിക്കുമായിരുന്നു. അതെങ്ങനെയാണ്? അവരുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ നോമ്പിന്റെ ക്ഷീണവും പ്രയാസവും അതറിയാത്ത നിലയിൽ വൈകുന്നേരം വരെ അതുകൊണ്ട് അവരെ കളിക്കാൻ അനുവദിക്കുക. അങ്ങനെ അവർ നോമ്പുകാരായി തുടർന്നിരുന്നു എന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ പ്രത്യേകതയുള്ള പുണ്യങ്ങളുള്ള ഒരു ദിവസമാണ് ഈ മുഹറം 9-ഉം 10-ഉം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ നോമ്പിനെ സംബന്ധിച്ച് 3 തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഹറം 8, 9, 10, അല്ലെങ്കിൽ മുഹറം 9, 10, അല്ലെങ്കിൽ മുഹറം 10, അങ്ങനെ ഇഷ്ടമുള്ള നിലയിൽ നോമ്പ് പിടിക്കാമെന്ന്. പക്ഷേ ഏറ്റവും ഉത്തമമായത് അത് 9-ഉം 10-ഉമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലയിൽ ഏകോപിതമായ അഭിപ്രായമുണ്ട്. മുഹറം 9-ഉം 10-ഉമാണ് എന്ന വിഷയത്തിൽ. ഇനി ഒരാള് 10-ഉം 11-ഉം എന്ന നിലയിൽ നോമ്പ് പിടിച്ചാൽ പോലും അത് ജൂതന്മാരോട് വിരുദ്ധമാകുന്നതിന് വേണ്ടിയാണ് എന്ന് ഷേഖ് ഫൗസാനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് മുഹറം മാസം 9-നും മുഹറം 10-നും നോമ്പ് പിടിക്കാനാണ്. മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ വിശ്വാസികളായ നമുക്ക് ഒരുപാട് ഇളവുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, യാത്രക്കാരനായിരിക്കെ 4 റക്അത്ത് നിസ്കാരം നമുക്ക് 2 റക്അത്തായിട്ട് നിസ്കരിക്കാം. അതുപോലെ തന്നെ നിർബന്ധമായ ഫർളായ നോമ്പാണെങ്കിൽ പോലും യാത്രയിൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ദിവസത്തിൽ നമുക്കത് പിടിച്ചുവിടാം. പക്ഷേ ഇമാം സുഹരിയെ സംബന്ധിച്ച് പറയപ്പെടുന്നു, ഇമാം സുഹരി റഹ്മഹുല്ലാഹ് യാത്രാവേളയിൽ, അത് മുഹറം മാസത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് എങ്കിൽ പോലും മുഹറത്തിലെ നോമ്പ് അദ്ദേഹം മുഹറത്തിൽ യാത്ര ചെയ്താൽ ഈ മുഹറത്തിലെ നോമ്പ് ഒഴിവാക്കുമായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന്റെ സനദികൾ അത് വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ശരിയാണ് എന്ന് പ്രത്യേകിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇമാം സുഹരിയോട് ചോദിക്കപ്പെട്ട് എന്തുകൊണ്ടാണ് യാത്രയിൽ പോലും അത് മുഹറത്തിലാണ് എങ്കിൽ താങ്കൾ 9-ന്റെയും 10-ന്റെയും ഈ നോമ്പ് ഒഴിവാക്കാതെ, കാരണം യാത്രക്കാർക്ക് ഇളവുണ്ടല്ലോ. ഇമാം സുഹരി പറഞ്ഞത് മുഹറം 9-ന്റെയും 10-ന്റെയും പ്രത്യേകത ആ മുഹറം മാസത്തിൽ മാത്രമുള്ളതാണ്, അത് മറ്റൊരു ദിവസത്തിൽ ലഭിക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാത്തത് എന്നാണ് ഇമാം സുഹരി അതിന് മറുപടി പറയുന്നത്. ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് പറയുന്നത് മുഹറം മാസം അത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഒരുപാട് പുണ്യവും ഒരുപാട് അനുഗ്രഹങ്ങളുമുള്ള പ്രത്യേക ദിവസങ്ങളാണ്. അതിനെ കൃത്യമായ നിലയിൽ പ്രയോജനപ്പെടുത്തുന്ന വിഷയത്തിൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ ഈ മുഹറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിൽ
ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഇറക്കുന്ന മദ്രസകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ കലണ്ടറുകൾ പരിശോധിച്ചാൽ, മുഹറം പരിശോധിച്ചാൽ നെഹസ്, നേരത്തെയൊക്കെ നാട്ടിൻപുറത്ത് കല്യാണം ആലോചിക്കുമ്പം പറയും മുഹറം 10 കഴിയട്ടെ. വീട്ടിൽ താമസം കൂടുന്ന കാര്യം പറയുമ്പോൾ മുഹറം 10 കഴിയട്ടെ. കച്ചവടത്തിന്റെ കാര്യം പറയുമ്പോൾ മുഹറം 10 കഴിയട്ടെ. ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടിയെ ചേർക്കുന്ന കാര്യം പറഞ്ഞാലും പറയും മുഹറം 10 കഴിയട്ടെ. അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഈ മുഹറം ഒരു ശകുനമായിട്ടാണ് മുസ്ലിം സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും കണ്ടുവരുന്നത്. മുഹറം മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് സുന്നി സമൂഹം അവകാശപ്പെടുന്ന റബീഉൽ അവ്വൽ മാസത്തിന്റെയും കാര്യം ഇങ്ങനെ തന്നെ. കലണ്ടർ പരിശോധിച്ചാൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെ കലണ്ടറിലും റബീഉൽ അവ്വൽ മിക്ക ദിവസങ്ങളും നെഹ്സാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ ദിവസമായി സുന്നി സമൂഹം പ്രചരിപ്പിക്കുന്ന റമദാൻ മാസം 27ന്റെ പ്രത്യേകത സുന്നികളുടെ കലണ്ടറിൽ പരിശോധിച്ചാൽ അന്നും നെഹ്സാണ്. ഈ നെഹ്സ് എന്ന് പറഞ്ഞാൽ ശകുനത്തിന്റെ ദിവസം എന്നാണ്. അന്നൊരു കിണർ പോലും കുത്താൻ അവർ അനുവദിക്കത്തില്ല. നമ്മളിലേക്ക് ഈ ഒരു വിശ്വാസം എങ്ങനെ കടന്നു വന്നു നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദീനിൽ അത് വർഷത്തിൽ 12 മാസങ്ങളാണ്. എല്ലാ ദിവസങ്ങളുടെയും പ്രഭാതവും പ്രദോഷവും അത് പടച്ചതമ്പുരാനാണ് നിർണയിക്കുന്നത്. അവന്റെ തീരുമാനമാണ് ഖൈറും ഷർറും. നമ്മെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് 50,000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഖാദീറുകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഖാദീർ എന്ന് പറഞ്ഞാൽ 2014 വെള്ളിയാഴ്ച ദിവസം, ഇന്നത്ര 31-ാം തീയതി അല്ലേ, 10-ാം മാസം 31-ാം തീയതി ഈ 8:42 ഈ സെന്ററിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്നും ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ പോലും, ഈ ഇരിക്കുന്ന നമ്മുടെ അസ്ഹാബിമാർ എല്ലാവരും ഇന്ന ഇന്ന ആളുകൾ ഈ വേദിയിൽ ഉണ്ടായിരിക്കണം, ആരെല്ലാം കേൾക്കണം, ആരെല്ലാം കേൾക്കണ്ട, മനസ്സിലായില്ലോ? ഈ വിഷയങ്ങളെല്ലാം നമ്മെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. അവിടെ രാശി എന്നോ ഗുളികനെന്നോ അല്ലെങ്കിൽ ബുധനെന്നോ ശുക്രനെന്നോ അതിന്റെ എന്തെങ്കിലും നീക്കങ്ങൾക്കോ ചലനങ്ങൾക്കോ യാതൊരു സ്വാധീനവുമില്ല. അങ്ങനെ ഒരു ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ ദിവസവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖൈറാണ്. 4-ാം ഖലീഫ അലി ബിൻ അബി താലിബിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും സംഭവം ഉണ്ടായി. നമുക്കറിയാം, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തി ആ തീവ്രവാദികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട ഷഹീദാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖവാരിജികൾക്കെതിരിൽ സൈന്യത്തിന് തയ്യാറാക്കുക, ഇസ്ലാമിക സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ട തീവ്രവാദികൾക്കെതിരിൽ സൈന്യത്തിന് തയ്യാറാക്കുക. ഒരാൾ വന്നിട്ട് പറഞ്ഞു പോകാൻ വരട്ടെ. അപ്പം ബുധൻ ശുക്രനോട് അടുത്ത് നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഗുളിയൻ, ഇപ്പൊ രാഹുകാലം, ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് രാഹുവുണ്ട്. പശുവിനെ അഴിച്ചുകൊണ്ട് പോകുന്ന കണ്ടാൽ നല്ലതാണെന്ന് പറയും, വെട്ടുകത്തി കൊണ്ട് പോകുന്ന കണ്ടാൽ അബദ്ധമാണെന്ന് പറയും. ഒരുപാട് വിഷയങ്ങൾ. അലിയാരോട് പറഞ്ഞ് പോകാൻ വരട്ടെ, ഇപ്പൊ പോയാൽ പരാജയം ഉണ്ടാവും, ഇപ്പൊ രാഹുകാലമാണ്. ഒരു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, എന്താ, നിശ്ചയമായും ഞാൻ പോകുക തന്നെ ചെയ്യും. അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈമാനം ബില്ലാഹ് വകുഫറൻ ബിക്. എന്താ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഞാൻ അള്ളാഹുവിനോടുള്ള അടിയുറച്ച വിശ്വാസത്തിലും നീ പറയുന്നത് പച്ചക്കളവാണ്, അസിലില്ലാത്ത വർത്തമാനമാണ്. വകുഫറൻ ബിക്, നീ കുഫിരിയത്തിന്റെ പച്ചക്കളവാണ്, അടിസ്ഥാനമില്ലാത്ത വർത്തമാനമാണ് നീ പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അലി ബിൻ അബി താലിബ് അങ്ങോട്ട് പോയി. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ പോരാട്ടമാണ് അലിയാർ കാഴ്ചവെച്ചത് ഖവാരിജികൾക്കെതിരെ, മുസ്ലിം സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ട തീവ്രവാദികൾക്കെതിരിൽ ആ യാത്രയിൽ. മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ ഗനീമത്തും ലഭിച്ച യുദ്ധമായിരുന്നു. മനസ്സിലായില്ലേ? മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ യുദ്ധ മുതലുകൾ കൂടി ലഭിച്ച ഒരു പോരാട്ടമായിരുന്നു. നെഹ്സിനെയും രാശിയെയും അതുപോലെ തന്നെ ഫലക്കിനെയും ഒക്കെ ഭേദിച്ചുകൊണ്ട്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച ആ യാത്ര. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്നിട്ട് മുഹറം 10 കഴിയട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഒരു വിശ്വാസിയുടെ പ്രഭാത ജീവിതം തന്നെ ആരംഭിക്കുന്നത് അസ്ബഹനാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്. അധികാരം അല്ലാഹുവിനാണ്, അല്ലാതെ ഇവർക്കാർക്കുമല്ല. അപ്പം നഹ്സും രാശിയും ചക്രവും ഒക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഖവാരിജുകളാണ്. പിന്നീട് റാഫിദികളാണ്. റാഫിദികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളായ തീവ്രവാദികൾ. മുഹറം മാസത്തിന് ചില പ്രത്യേകതയുണ്ട് എന്ന പേരിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പിൽക്കാലത്ത് ഹിജ്റ 300 ശേഷം പിന്നീട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഷിയാക്കളാണ്. ആരാ ഷിയാക്കൾ? ഇസ്ലാമിക സമൂഹത്തിലെ ഖുലഫാ റാഷിദുകളായ 4 സഹാബികളിൽ 3 പേര്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അവരും അതുപോലെ തന്നെ സഹാബികളിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായിരിക്കുന്നുവെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി ഗ്രന്ഥരചന നടത്തുകയും ചെയ്തവരാണ് ഷിയാക്കൾ. അവരാണ് മുഹറം മാസത്തിൽ നഹ്സുണ്ട് എന്ന പേരിൽ ചില ആചാരങ്ങൾ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലയോ? മാത്രമല്ല, ഷിയാക്കൾ കൊണ്ടുവന്ന ഈ നഹ്സിനെ, ഷിയാക്കൾ അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ നഹ്സിന്റെ മാസമായി ചിത്രീകരിച്ച ആ നഹ്സിനെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ല. കാരണം മുസ്ലിം സമൂഹവുമായി ഷിയാക്കൾക്ക് യാതൊരു ബന്ധമില്ല. നമ്മൾ 114 അധ്യായമുള്ള ഈ വിശുദ്ധ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഷിയാക്കൾ വിശ്വസിക്കുന്നത് ഈ ഖുർആനിലല്ല. ഇതിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള മുസ്ഹഫ് ഫാത്തിമ എന്ന ഗ്രന്ഥത്തിലാണ്. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനത്ത് ഷിയാക്കൾക്ക് ഒരു ഗ്രന്ഥമുണ്ട്. എന്താ അതിന്റെ പേര്? ഉസൂലുൽ കാഫി. 2 വാല്യങ്ങൾ, 4 ഭാഗങ്ങളായിട്ടുള്ളത്. ഉസൂലുൽ കാഫിയിൽ നമുക്ക് കാണാം എന്താ? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതിന്റെ പരിഭാഷ ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദിവസങ്ങളോളം അങ്ങനെ ദുഃഖിച്ചു കഴിയുകയായിരുന്നു. മഹദിയായ ഫാത്തിമയുടെ അടുക്കൽ ആശ്വാസത്തിന്റെ വാക്കുകളുമായി എന്നും ജിബ്രീൽ വരുമായിരുന്നു. അങ്ങനെ ജിബ്രീൽ വന്ന് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു. ആർക്കാ ജിബ്രീൽ വന്നത്? ഫാത്തിമയ്ക്ക് റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒരിക്കൽ ഫാത്തിമ ഈ വിവരം അലിയാരോട് പറഞ്ഞു. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഫാത്തിമ, ഇനി നിന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയണം, ഞാനത് എഴുതി വെക്കാം. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടു. അതാണ് മുസ്ഹഫ് ഫാത്തിമ. മുസ്ഹഫ് ഫാത്തിമയെ പറ്റി ഹുലൈനി തന്റെ ഉസൂലുൽ കാഫിയിൽ പറയുന്നു. ഫീഹി, ആ ഉസൂലുൽ കാഫിയിലുണ്ട് നിങ്ങളുടെ ഖുർആനിലുള്ളതും അതിനേക്കാൾ 3 ഇരട്ടിയും ആ ഉസൂലുൽ കാഫിയിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഖുർആനിൽ 114 അധ്യായങ്ങളെ ഉള്ളതെങ്കിൽ ഉസൂലുൽ കാഫി മുസ്ഹഫ് ഫാത്തിമയിൽ എന്തുണ്ട്? 342. അതിന്റെ 3 ഇരട്ടി ഉണ്ടെന്ന്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ കലണ്ടർ തിരുത്തിയവരാണ് ഷിയാക്കൾ. എന്താ നമ്മൾ വിശ്വസിക്കുന്ന 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അനുസരിച്ച് മുസ്ലിം സമൂഹം അത്തഖ്വീമുൽ ഹിജ്രി കണ്ടെത്തി. സഹാബിയുടെ ഇജ്തിഹാദ് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം അനുസരിച്ച് നമ്മൾ കലണ്ടർ രേഖപ്പെടുത്തി. മുഹറം മുതൽ ദുൽഹജ്ജ് വരെയുള്ള 12 മാസം. ഷിയാക്കൾ ഖലീഫ ഉമറിനോടുള്ള വ്യക്തമായ വിദ്വേഷം കാരണം അവർ വേറെ കലണ്ടർ ഉണ്ടാക്കി. എന്താ കലണ്ടറിന്റെ പേര്? തഖ്വീമു ഫാത്തിമ. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന വേറെ ചിലർക്കും സ്വന്തം കലണ്ടറുണ്ട്. അതാർക്കാ? ഖാദിയാനികൾക്കും സ്വന്തമായ കലണ്ടറുണ്ട്. മിർസാ ഗുലാം അഹമ്മദിന്റെ അനുയായികൾ മിർസാ ഗുലാമിന് നുബുവത്തുണ്ട്, റിസാലത്തുണ്ട് എന്ന് വാദിക്കുന്ന ഖാദിയാനികൾക്കും സ്വന്തമായി കലണ്ടറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കലണ്ടർ ആർക്കുണ്ട്? ഷിയാക്കൾക്കും കലണ്ടറുണ്ട്. ഷിയാക്കളുടെ കലണ്ടറിന്റെ പേരാണ് തഖ്വീമു ഫാത്തിമ. അവരുടെ ഖുർആനിന്റെ പേരാണ് മുസ്ഹഫ് ഫാത്തിമ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദീനുമായോ നമ്മുടെ ഇസ്ലാമുമായോ നമ്മുടെ മൻഹജുമായോ നമ്മുടെ രീതിശാസ്ത്രവുമായോ നമ്മുടെ ദഅവത്തുമായോ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഷിയാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, വലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും.
ഷിബ്റൻ ബി ഷിബ്രിൻ ദിറാഅൻ ബി ദിറാഅ. മുസ്ലിം സമൂഹത്തിനോട് നമ്മളോടാണ് പറഞ്ഞത്. എന്റെ ഈ സമൂഹം, എന്റെ ഈ ഉമ്മത്ത് പൂർവകാല സമൂഹമായ യഹൂദികളെയും നസറാനികളെയും ക്രൈസ്തവ ജൂതന്മാരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം അവര് പോയി ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ പോലും എന്റെ ഉമ്മത്ത് പോയി അവിടെയും കയറുമെന്നു. ജൂതന്മാരും നസറാനികളും ഏതെങ്കിലും ഒരു മതിൽ പൂജടിച്ചാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തും ആ മതിലിൽ ബർക്കത്ത് കണ്ടെത്തും. അവർ ഏതെങ്കിലും ഒരു മരത്തിന് വലം വെച്ചാൽ നമ്മളും അവിടെ ബർക്കത്ത് തേടും വലം വെച്ചുകൊണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറിക്കൊണ്ട് ഏതെങ്കിലും ഒരു എലിമാളത്തിലോ ഉടുമ്പിന്റെ മാളത്തിലോ ജൂതന്മാരും ക്രൈസ്തവരും പുണ്യം അന്വേഷിച്ചു പോയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും അവിടെ എത്തിക്കപ്പെടും. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ആറ്റാങ്കര, മുത്തുപ്പേട്ട, കായൽപട്ടണം എന്നൊക്കെ പറയുന്നിടത്ത് ഏതോ വലിയ മലയുടെ മകളിൽ കുന്നിന്റെ പുറത്തൊക്കെ 41 അടി വലിപ്പമുള്ള ഔലിയാക്കളുടെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല, പോയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. താഴെ നിന്നുകൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, വെള്ളോട് കിടക്കും. 41 അടി നീളമുള്ള ഖബറ് ഏതോ ഗുഹകൾക്ക് അകത്തുണ്ടത്രേ. അത് കാണാൻ വേണ്ടി എങ്ങനെ ഞുഴഞ്ഞൊക്കെ അതിനകത്തേക്ക് ആളുകൾ കയറാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ വൃഥാവിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. തമാശയ്ക്ക് വേണ്ടി പോലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? അവര് പോയി ഒരു മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും എന്റെ ഉമ്മത്ത് അവിടെയും കയറുമെന്ന്. അല്ലേ? ബർക്കത്തിന് വേണ്ടി മുസ്ലിം സമൂഹം എവിടെല്ലാം പോയി കയറും. അവരാണ് മുഹറം മാസത്തിൽ ഹജ്ജ് കണ്ടെത്തിയത്. ജൂതന്മാരും ക്രൈസ്തവരും യഹൂദികളും എന്തെല്ലാം പരിപാടി സംഘടിപ്പിക്കുമോ അതെല്ലാം പിന്നീട് നമ്മളും ചെയ്യും. അതിന്റെ തായ്വഴികളായി ഷിയാക്കളും മുഹറം മാസത്തിൽ ഹജ്ജ് കണ്ടെത്തി. ആ ഷിയാക്കളിൽ നിന്നും നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളിൽ നല്ലൊരു ഭാഗവും ആചാരവും അനുഷ്ഠാനവും കണ്ടെത്തിയിരിക്കുന്നു. വിശ്വാസപരമായി കേരള മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഷിയാക്കളുടെ അഖീദ പേറുന്നവരും കർമ്മശാസ്ത്രപരമായി ശാഫിഈ മദ്ഹബുകാരുമാണ്. അപ്പം ഷിയാക്കളാണ് മുഹറം മാസത്തിൽ പ്രത്യേക ആഘോഷാനുഷ്ഠാനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ കാണാനിടയായി. മലപ്പുറം ജില്ലയിൽ സലാത്തി നഗരി സംഘടിപ്പിച്ച അതേ തങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്നു. എന്ത്? മുഹറം മജ്ലിസ്. മനസ്സിലായില്ലോ? ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുഹറ മജ്ലിസ് ആരാ സംഘടിപ്പിക്കുന്നത്? 1 കിലോമീറ്റർ നീളമുള്ള പേരിന്റെ ഉടമയായ തങ്ങൾ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അൽ കടലുണ്ടി അവർകൾ. ഇനി കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് പ്രതീക്ഷിക്കാം? ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം പ്രവാചകനാണ്, ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. ഈസാ നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മൗലിദ് ഈസ ആഘോഷം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു മജ്ലിസ്. അതാ ഷിയാക്കൾ എന്തെല്ലാം പരിപാടി സംഘടിപ്പിക്കുന്നുവോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഓരോ ദിവസവും ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ നബിയോട് ചോദിക്കുമായിരുന്നു. സഹാബി പറയുകയാണ്, ആര്? സഹാബാക്കൾ നബിയോട് ചോദിക്കുമായിരുന്നു. എന്ത്? ഖൈറിനെ പറ്റിയായിരുന്നു നബിയോട് ചോദിച്ചിരുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചിരുന്നത് ഹുദൈഫ ഇബ്നുൽ യമാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന നാസു ഫീ സമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് എല്ലാവരും നബിയോട് ചോദിച്ചിരുന്നത് അനിൽ ഖൈരി, നന്മയെ പറ്റിയായിരുന്നു. നല്ല നല്ല കാര്യങ്ങൾ, ഖൈറിന്റെ വാതായനങ്ങളെ പറ്റിയായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ ഹുദൈഫ പറയുന്നു, വകുന്തു അസ്അലുഹു അനി ശർരി. എന്താ? വകുന്തു അസ്അലുഹു അനി ശർരി. ഞാൻ നബിയോട് ചോദിച്ചത് ഷർറിനെ പറ്റിയായിരുന്നു. എന്താ? മഖാഫത അൻ യുദ്റക ഔ കമാ ഖാല അലൈഹി സ്വലാം. അത് എന്നിൽ വന്ന് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. മനസ്സിലായില്ലോ? എല്ലാവരും ഖൈറിനെ പറ്റി നബിയോട് ചോദിച്ചപ്പോൾ ഞാൻ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഷർറിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഷർറായ കാര്യങ്ങളെ പറ്റി നമ്മൾ ജനങ്ങളോട് പറയുകയും
ആ വിഷയത്തിൽ പ്രത്യേകിച്ച് കൂടുതലായി ബോധവൽക്കരണം നടത്തുകയും ചെയ്യൽ എപ്പോഴും അനിവാര്യമാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നു, ഇത്തരം പുതിയ പുതിയ പ്രവണതകളെ സംബന്ധിച്ച് ജനങ്ങളോട് ബോധവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇമാം മാലിക് പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ഒരാൾ തന്റെ ജീവിതത്തിൽ സുന്നത്തായ ഒരുപാട് നോമ്പ് പിടിക്കുന്നു, അതുപോലെ സുന്നത്തായി ഒരുപാട് നമസ്കാരം. മറ്റൊരാൾ ജനങ്ങളോട് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഇത്തരം ഷർറുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഏതാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം? ഇമാം മാലിക് പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം രേഖപ്പെടുത്തുന്നു, ഒന്നാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും ഉത്തമം. ഒന്നാമത്തത് ഞാൻ പറഞ്ഞത് അയാൾ നോമ്പ് പിടിക്കുന്നു, സുന്നത്ത് നമസ്കരിക്കുന്നു, ഒന്നാമത്തതല്ല. രണ്ടാമത്തെ പ്രവർത്തനമാണ് ഏറ്റവും ഉത്തമം. ഏത്? ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നതും താക്കീത് നൽകുന്നതും. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞത്, ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വ്യക്തിഗതമാണ്. അപ്പൊ ഞാൻ സുന്നത്ത് നോമ്പ് കൂടുതലായി പിടിച്ചാൽ അതിന്റെ പ്രതിഫലത്തിൽ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇല്ല. ഞാൻ സുന്നത്ത് നമസ്കാരം കൂടുതൽ നമസ്കരിച്ചാൽ അതിന്റെ പങ്കാളിത്തം ആർക്കുമില്ല. പക്ഷെ സമൂഹത്തിനോട് ബോധവൽക്കരണം നടത്തുകയും വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഷർറുകളെ സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്താൽ അത് സാമൂഹികമായ ഒരു ബാധ്യതയായതുകൊണ്ട് അതിന്റെ പ്രതിഫലവും അതിന്റെ പുണ്യവുമാണ് കൂടുതലെന്ന് ഇമാം മാലിക് പറഞ്ഞതായി റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രത്യേക വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഈ സദസ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരമകൻ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട പുത്രൻ ഹുസൈൻ ഇബ്നു അലി കർബലയിൽ വെച്ച് ഷഹീദായതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി എന്ന പേരിലാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഷിയാക്കൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിം സമൂഹത്തിൽ അഹ്ലുസുന്നയുടെ നമ്മുടെ രീതിശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് പ്രത്യേകം ഖുർആനിന്റെ അനുയായികളാണ്. ഇസ്ലാമിക കലണ്ടർ തിരുത്തിക്കൊണ്ട് പ്രത്യേകം കലണ്ടർ ഉണ്ടാക്കിയ ആൾക്കാരാണ്. മാത്രമല്ല, ഖുർആനിൽ തഹരീഫുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണുന്ന ഖുർആനിന്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ബാത്തു തഹരീഫ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ച് ഇന്നോളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഷിയാക്കൾ. അതുകൊണ്ട് നമ്മിൽ നിന്നും അവർ വിദൂരത്താണ്. അപ്പൊ അവരാണ് മുഹറം മാസത്തിൽ ചില പ്രത്യേകതയുണ്ട് എന്ന പേരിൽ പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ശരീരത്തിന്റെ ചില ഭാഗത്തൊക്കെ മുറിവുണ്ടാക്കി ചോര ഒലിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ചെയ്തു. മാത്രമല്ല, മുഹറം മാസത്തിൽ എന്താ നമ്മൾ കാണുന്നത്? വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ കയറി ചെന്നാൽ കറുത്ത വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. കറുത്ത തൊപ്പി, കറുത്ത നെറ്റിപ്പട്ടം, ചെറിയ കുട്ടികൾക്ക് പോലും കറുത്ത വസ്ത്രങ്ങൾ, അതിന് പ്രത്യേക സെക്ഷൻ ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകാർ 5 റിയാലിന്റെ സാധനം ആ കറുത്ത വസ്ത്രം 25 റിയാലിനായി മുഹറത്തിൽ വിൽക്കുന്നു. കച്ചവടക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ സീസണാണ് കറുത്തത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, ഈ കറുത്ത വസ്ത്രം എന്ന് പറയുന്നത് നരകത്തിന്റെ വസ്ത്രമാണെന്നാണ്. മനസ്സിലായില്ലേ? ഈ ആഘോഷം നടത്തുന്ന ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകൻ, അവരുടെ നുബുവത്തുള്ള ഒരു പ്രവാചകന്റെ സ്ഥാനത്താണ്. അവരുടെ വിലായത്ത് എന്ന് പറയുന്നത് അലിയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം, എന്താ? കറുത്ത വസ്ത്രം അത് നരകവാസികളുടെ വസ്ത്രമാണെന്നാണ്. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം ബിദ്അത്തിനെതിരിൽ ശക്തമായി സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഇരിക്കുന്ന നഹ്ജുൽ ബലാഗ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഒരു വേള ഒന്ന് മറിച്ചു നോക്കിയാൽ ബിദ്അത്തിനെതിരിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഭാഷണം ഒരു പ്രത്യേക അധ്യായമായി നമുക്കതിൽ കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പ്രഭാഷണം എന്ന പേരിൽ ഷിയാക്കൾ വളരെ പുണ്യമുള്ള ഒരു ഗ്രന്ഥമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഈ നഹ്ജുൽ ബലാഗ. പക്ഷേ അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സഹാബികളായ പലരുടെയും പേരിൽ ചരിത്രകാരന്മാരൊക്കെ കുറ്റപത്രം ചാർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഇസ്ലാമിന്റെ വക്താക്കൾ മതത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തുന്നിച്ചേർത്തുകൊണ്ട് അധികാരം പിടിച്ചടക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില ആളുകളൊക്കെ പ്രമുഖന്മാരായ പല സഹാബികൾക്കും ഈ വിഷയത്തിൽ കുറ്റപത്രം നൽകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്.
പലരുടെയും പേരിൽ അപരാധം പറഞ്ഞിട്ടുണ്ട്. മലയാളികളായ പലരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവ് അബൂ സുഫിയാനെയും മുആവിയയുടെ മകനായ യസീദിന്റെയും പേരിൽ ശാപവാക്കുകൾ പച്ച മലയാളത്തിൽ പോലും രേഖപ്പെടുത്തിയത് കാണാൻ ഇടയായിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നയുടെ രീതിശാസ്ത്രം അനുസരിച്ച് സഹാബികൾ എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന മാഹു, ആരാണ് വല്ലദീന മാഹു? ആ മുഹമ്മദ് നബിക്കൊപ്പമുള്ളവരും. അതാരാണ്? സഹാബികൾ. അവിടെ ആർക്കും വേർതിരിവില്ല. അശിദ്ദാഉ അലൽ കുഫാർ, കുഫറിനോട് ലവലേശം വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ്. എന്നിട്ട് പിന്നെ പറയുന്നു റുഹമാഉ ബൈനഹും, കരുണയുടെയും കാരുണ്യത്തിന്റെയും വിഷയത്തിൽ അവർ പ്രത്യേക ഉദാഹരണങ്ങളാണ്. പരസ്പരം കരുണയുടെയും കാരുണ്യത്തിന്റെയും വക്താക്കളാണ്. അപ്പൊ അള്ളാഹു അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകിയ ആ സഹാബികളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും തന്നെ ദീനിന് ഹിതമല്ലാത്ത ഒരു വർത്തമാനവും അവരെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ സഹാബികൾക്കെതിരിൽ ഉന്നയിച്ച ഒട്ടുമിക്ക ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൽകി. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രമുഖ പണ്ഡിതന്മാരായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ഷാഹ് അബ്ദുറഹീം ദഹ്ലവി, ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി തുടങ്ങിയവരെല്ലാം തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഈ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന അതേ ഗ്രന്ഥത്തിനെ അനുകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഷിയാക്കൾക്ക് വളരെ ശക്തമായി മറുപടി നൽകിയവരാണ്. വളരെ ശക്തമായി അതേ മൻഹജിൽ തന്നെ ഷിയാക്കൾക്ക് മറുപടി നൽകിയവരാണ്. ആര്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി, ഷാഹ് അബ്ദുറഹീം ദഹ്ലവി, അതുപോലെ തന്നെ ഷാഹ് ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ തന്നെ ശൈഖുൽ ഇസ്ലാമിന്റെ അതേ മൻഹജ് പിന്തുടർന്നവരാണ്. ഇന്ത്യയിൽ മുഹമ്മദ് ഇബ്നു തുഗ്ലഖ് എന്ന ഭരണാധികാരി ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒട്ടനവധി പണ്ഡിതന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി. എന്താ കുടിയേറാനുണ്ടായ കാരണം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം ആരുടെയെങ്കിലും കൈവശം ഇരിക്കുന്നത് കണ്ടാൽ, സിറിയയിലും ബഗ്ദാദിലും ഈജിപ്തിലും ഒക്കെ ആരുടെയെങ്കിലും കൈവശം ശൈഖുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥം കണ്ടുകിട്ടിയാൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ അന്നത്തെ ആ നാട്ടുപ്രമാണിമാരും അവിടുത്തെ ഭരണാധികാരികളും വളരെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഈ റാഫിളി ഷിയാക്കൾക്ക് എതിരിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ കൂട്ടത്തോട് കത്തിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിൽ നല്ലൊരു സമയം കഴിച്ചു കൂട്ടിയത് ജയിലിലാണ്, തടവറയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പിന്നീട് എഴുതി എന്താ ചരിത്രത്തിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനാസയായിരുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും അത് അംഗീകരിക്കേണ്ടി വന്നു. അത്രത്തോളം വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ മുഹമ്മദ് ഇബ്നു തുഗ്ലഖിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി പണ്ഡിതന്മാർ കടന്നു വന്നു. ഈ കടന്നു വന്ന പണ്ഡിതന്മാരെല്ലാം തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ഉസൂലുകൾ, അദ്ദേഹത്തിന്റെ മൻഹജ്, അദ്ദേഹത്തിന്റെ രീതിശാസ്ത്രം ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് പകർന്നു നൽകി. അങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ കൃത്യമായ ഉസൂലുള്ളവരായിരുന്നു. കൃത്യമായ അടിത്തറയിൽ, ഇൽമിന്റെ അടിത്തറയിൽ വളർന്നവരാണ്. അങ്ങനെ അവർ എഴുതിയ ഈ ഗ്രന്ഥത്തിനെ ഒരിക്കലും അവലംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഗവേഷണവുമായിട്ടാണ് ആര് കടന്നു വന്നത്? ഇന്ത്യയിൽ ജനിക്കുകയും പാകിസ്ഥാനിൽ ജീവിക്കുകയും പിൽക്കാലത്ത് അമേരിക്കയിൽ വഫാത്താകുകയും ചെയ്ത സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും അനുയായികളും കടന്നു വന്നത്. അതേ ചിന്താഗതി തന്നെയാണ് ഈജിപ്തിൽ സയ്യിദ് കുത്തുബും കാഴ്ചവെച്ചത്. മനസ്സിലായില്ലയോ? അപ്പോൾ സഹാബികളെ സംബന്ധിച്ച് അവരെ വിമർശിച്ചുകൊണ്ട് സയ്യിദ് കുത്തുബ് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. അതേ മൻഹജിൽ തന്നെ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും സഹാബികളെ പച്ചയായി വിമർശിച്ചു. കർബല സംഭവത്തിന്റെ പേരിൽ പല സഹാബികളെയും സയ്യിദ് കുത്തുബ് വിചാരണ ചെയ്തു. പല സഹാബികളെ ഇവിടെ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയും വിചാരണ ചെയ്തു. അതേ മൻഹജ് തന്നെ ഇറാനിൽ അലി ശരീഅത്തിയും വിചാരണ ചെയ്തു.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നയുടെ രീതിശാസ്ത്രത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ ചോദ്യം ചെയ്യാനോ ആ സർട്ടിഫിക്കറ്റിൽ ഒരു റിവാലുവേഷൻ ആവശ്യപ്പെടാനോ നമുക്കൊരിക്കലും അർഹതയില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, ആ സർട്ടിഫിക്കറ്റ് റളിയല്ലാഹു അൻഹും, എന്താണ് സർട്ടിഫിക്കറ്റ്? റളിയല്ലാഹു അൻഹും, അവരെയെല്ലാം അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാൻ. ഈ ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ രീതിശാസ്ത്രം. അല്ലാഹു എല്ലാ നല്ലതിനെയും കേട്ടതിൽ നിന്നും ഉത്തമമായതിനെ മാത്രം പിൻപറ്റുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم يا قاضي الحاجات سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.